അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു പച്ചക്കറി കൃഷി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നട്ടിട്ടുള്ളത് കുറച്ച് പയർ ചെടികളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിലായിട്ട് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു മുഞ്ഞ ശല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഞ്ഞിനെ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഉറുമ്പുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഉറുമ്പുകൾ വരുന്നതെന്ന് വെച്ചാൽ ഈ മുളകാവട്ടെ, അതായത് പയറാവട്ടെ, ഇതിലൊക്കെ തന്നെ പൂക്കളിടുന്നൊരു സമയത്താണ് ഈ ഒരു മുഞ്ഞേൻ്റെ അറ്റാക്ക് നമ്മുടെ ചെടികളിലൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കൃഷികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുഞ്ഞേൻ്റെ അറ്റാക്കിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാം. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടിപ്സ് ചെയ്ത് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഗ്രോ ബാഗിലോളം നമ്മുടെ ഈ ഒരു പയർ ചെടി നട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു അടുക്കള കൃഷിയായിട്ടാണ് ഞാനിവിടെ ഇതൊക്കെ ചെയ്തു പോരുന്നത്. അപ്പോൾ അതിൽ ഞാൻ മാത്രം ചെയ്യുന്ന ഒരു ചെറിയൊരു പൊടിക്കൈയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പയറിനെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിലൊക്കെ തന്നെ ഈ ഒരു ടിപ്സ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ചായനെയും ഉറുമ്പിനെയും ഒക്കെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് വിഷപ്രയോഗങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ടാൽക്കം പൗഡർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ടാൽക്കം പൗഡർ നമ്മുടെ മുഖത്ത് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ കൃഷികളിൽ നമുക്കിതുപോലെ പൊടിക്കൈകളായിട്ടൊക്കെ ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ടാൽക്കം പൗഡർ നമ്മുടെ ഈ കൃഷിയിൽ ഇതുപോലെയുള്ള ഉറുമ്പുകളും മുഞ്ഞുകളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ കുടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള എല്ലാ ഭാഗത്തും ഈ മുഞ്ഞ വന്നിട്ടുള്ള, പ്രത്യേകിച്ച് ഈ പൂക്കളൊക്കെ വന്നിട്ടുള്ള ഈ ഭാഗത്താണ് മുഞ്ഞകളൊക്കെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ നല്ല പോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് റിമൂവ് ആയി പോകില്ല. പതിയെ ഇത് നമ്മൾ ചെയ്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഉറുമ്പിൻ്റെ അറ്റാക്കൊക്കെ ഇതിൽ നിന്ന് മാറിപ്പോകും. പിന്നെ കൂടുതലായിട്ടുള്ള മുഞ്ഞകളെ നമ്മൾ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് നമുക്കതിനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെ തുടച്ച് നീക്കി കളയാം കേട്ടോ. അങ്ങനെ തുടച്ച് നീക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു ചെടിയിൽ ഈ ഒരു ഉറുമ്പിൻ്റെയോ അതല്ലെങ്കിൽ മുഞ്ഞയുടെയോ ഒന്നും അറ്റാക്ക് ഉണ്ടാവുകയില്ല. അതൊക്കെ തന്നെ ആ സ്മെല്ല് കാരണം അതിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പൂക്കളിൽ നിന്നുള്ള ആ ഒരു മധുരം അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്മെല്ല് കാരണമാണ് അതിലേക്ക് ഉറുമ്പ് ആഗിരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഉറുമ്പ് ഈ ഒരു മുഞ്ഞുകളെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യാനും, ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും വലിയ വലിയ കൃഷികളിലൊന്നും ചെയ്യേണ്ട ഒരു ടിപ്സ് അല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ മുതലാകില്ല. കാരണം നമ്മുടെ ടാൽക്കം പൗഡറിന് അത്യാവശ്യം റേറ്റുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെറിയ പൊടിക്കൈയായിട്ട് നമ്മുടെ ഈ ടാൽക്കം പൗഡർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പയർ കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറികൾ ഭക്ഷിക്കാനാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ടാൽക്കം പൗഡർ ഉപയോഗിച്ചത് കൊണ്ട് ഒരിക്കലും പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നാലും തന്നെ വിചാരിച്ചിട്ട് ഇതിൽ കൊണ്ടിട്ട് ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അത് പതിയെ തന്നെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്കിതിൽ നിന്നും നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ വരാതിരിക്കാനുള്ള എല്ലാവിധ സൂത്രപ്പണികളും നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉറുമ്പ് ശല്യം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുഞ്ഞ ശല്യവും ഇല്ലാതായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രം ചെയ്താൽ മതി. ഇത്രമാത്രമുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.